സോ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഗുഡ് ലവ് ആൻഡ് ബാഡ് ലവ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, വീഡിയോയിലേക്ക് പോകുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഈ പ്രണയം അല്ലെങ്കിൽ ലവ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. ഒരു മനോഹരമായ അനുഭവമാണ് അല്ലേ. നമുക്ക് എല്ലാ പ്രണയവും നല്ലതാണെന്ന് പറയാൻ പറ്റില്ല, എല്ലാ പ്രണയങ്ങളും നമ്മളെ വളർത്തുമെന്നും പറയാൻ പറ്റില്ല. ചില നമ്മൾ തകർക്കും, ചിലത് നമ്മളെ വളർത്തും, അങ്ങനെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഗുഡ് ലവ്, എന്താണ് ബാഡ് ലവ്. അപ്പോൾ അതിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഗുഡ് ലവ് ആണ്. എങ്ങനെയാണ് നല്ലൊരു പ്രണയം ഉണ്ടാവുക? അത് നോക്കുകയാണെങ്കിൽ നല്ല പ്രണയം എന്നത് നിന്നെ നിയന്ത്രിക്കാൻ നോക്കില്ല. അതായത് ഒരു ഫീമെയിൽ പാർട്ട്ണറോ മെയിൽ പാർട്ട്ണറോ ആയിക്കോട്ടെ, നിനക്ക് കൃത്യമായിട്ടുള്ള വ്യക്തിത്വമുണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് നിനക്ക് കൃത്യമായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ളൊരു ജീവിതം പ്രദാനം ചെയ്യും, അല്ലെങ്കിൽ ഫ്രീഡം അവർ ഉറപ്പുവരുത്തുന്നതാണ്. ഓക്കെ, നിന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കും, നിനക്കും ഫീലിങ്സും ഇമോഷനും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും എന്നാണ് ഗുഡ് ലവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിന്റെ സ്വപ്നങ്ങൾ തടയില്ല, പകരം അതിലേക്ക് നിന്നെ പ്രോത്സാഹിപ്പിക്കുന്നൊരു ഇതിലേക്ക് വരും. അതുപോലെ തന്നെ നീ ദുഃഖത്തിലായിക്കഴിഞ്ഞാൽ നിൻ്റെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ നീ ജയിക്കുമ്പോൾ സന്തോഷിക്കും. ഗുഡ് ലവ് എന്നത് ട്രസ്റ്റ്, റെസ്പെക്റ്റ്, സപ്പോർട്ടാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഉൾപ്പെടുമ്പോൾ നല്ല രീതിയിലൊരു സമാധാനം ഉണ്ടാവും നിൻ്റെ മനസ്സിന്. അപ്പോൾ ആ സമാധാനം തന്നെയാണ് ഗുഡ് ലവ് എന്ന് പറയുന്നത്. ഗുഡ് ലവ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും നമുക്ക് വീണ്ടും വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ട്രസ്റ്റ്, റെസ്പെക്റ്റ്, സപ്പോർട്ട് ഇതൊക്കെ ഉണ്ടാവും. അവരെപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കും, നമ്മളെപ്പോഴും അവരിൽ ഹാപ്പി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരം സിറ്റുവേഷനൊക്കെ വരുമ്പോഴാണ് ഒരു ഗുഡ് ലവ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ രണ്ടാമത്തെ കാര്യമായിട്ടുള്ള ബാഡ് ലവ്. വാട്ട് ഈസ് ബാഡ് ലവ്? അതായത് ചീത്ത പ്രണയം എന്നത് എന്താണ്? അത് നോക്കുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റായിട്ട് പറയുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞു നിന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കില്ല എന്ന് പറഞ്ഞു. ഇവിടെ കൃത്യമായിട്ട് എന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. എപ്പോഴും എന്നെ ഫോണിന് പരിശോധിക്കും, ഫ്രണ്ട്സിനെ നിന്നിൽ അകറ്റും, അതുപോലെ തന്നെ എൻ്റെ ഫ്രീഡം എടുത്തു കളയും. ഒക്കെ പലപ്പോഴും ടോക്സിക് എന്ന് പറഞ്ഞ മെൻറ്റാലിറ്റി ഉണ്ടാവുന്ന ഇപ്പോഴാണ്. ഓക്കെ, അതായത് കൺട്രോൾ ചെയ്യും. നീ ഈ ഡ്രസ്സ് ഇടാൻ പാടില്ല, ആ ഡ്രസ്സ് ഇടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൻ്റെ ഫോണിൽ ഇപ്പോൾ മെയിൽ പാർട്ട്ണർ ആണെങ്കിൽ ഫീമെയിലായിട്ടുള്ള മാറിപ്പോയി മെയിൽ പാർട്ട്ണർ ആണെങ്കിൽ മറ്റ് മെയിലുകൾ തൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയക്കേണ്ടത് നോക്കും. അല്ലെങ്കിൽ ഫീമെയിൽ പാർട്ട്ണർ ആണെങ്കിൽ മെയിൽ പാർട്ട്ണറിൻ്റെ ഫോൺ പരിശോധിക്കും, മറ്റ് ഫീമെയിലായിട്ട് ഇതിൽ വ്യക്തികൾ മെസ്സേജ് അയക്കുന്നത് നോക്കും എൻ്റെ മെയിൽ പാർട്ട്ണറിൻ്റെ ഫോണിലേക്ക്. അങ്ങനെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ കിട്ടിയിട്ട് അവർ മാത്രം എന്നുള്ള ലോകത്തേക്ക് അവർ കൊണ്ടുപോകും. ഓക്കെ, അതുപോലെ തന്നെ ഫ്രീഡം ഒന്നും ഉണ്ടാവില്ല, മനസ്സിലാക്കലേ ഉണ്ടാവില്ല. അവിടെ എപ്പോഴും സംശയം, വഴക്ക്, പെയിന്. നമുക്ക് ഒരു ടോക്സിക് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് തോന്നുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് മടുക്കും. നമ്മൾ ഈ ഒരു പ്രണയത്തിൽ സംതൃപ്തനാവില്ല, ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല. നമ്മളെപ്പോഴും മെൻ്റലി വീക്കാവുന്നൊരു കാര്യമാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇത് എന്താണ് ബാഡ് ലവ്, എന്താണ് ഗുഡ് ലവ് എന്ന് മനസ്സിലാക്കാൻ അത്യാവശ്യമാണ്. ഓക്കെ, കാരണം നമുക്ക് പലവർക്കും അറിയില്ല, ഗേളായിക്കോട്ടെ ബോളായിക്കോട്ടെ ആർക്കും അറിയില്ല എന്താണ് ഗുഡ് ലവ്, എന്താണ് ബാഡ് ലവ്. നമ്മൾ സ്വയം ചോദിക്കാം, ഇതുകൊണ്ട് ഞാൻ വളരുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ തകരുന്നുണ്ടോ. നമ്മളെപ്പോഴും വളർച്ചയാണ് ആവശ്യം. നമ്മളെപ്പോഴും ഗുഡ് ലവ് മാത്രം ചൂസ് ചെയ്യാം. ബാഡ് ലവ് നമുക്ക് ഒരിക്കലും വളർച്ച ഉണ്ടാക്കുന്നില്ല. നമ്മളുടെ കരിയറിന് ഗ്രോത്ത് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഗുഡ് ലവ്. നമ്മളുടെ ഗ്രോത്തിലേക്ക് ബൂസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഗുഡ് ലവ്. ഓക്കെ, അല്ലാതെ ഒരിക്കലും നമ്മളെ നിയന്ത്രിക്കുന്ന, നമ്മളുടെ ഫ്രീഡം എടുത്തു കളയുന്ന, നമ്മളെ ഫ്രണ്ട്സിനെ അകറ്റുന്ന ആ ഒരു ബന്ധം ഉപേക്ഷിക്കുക. നല്ലതിനെയും വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ബാഡ് ലവ് തോന്നുകയാണെങ്കിൽ എടുത്തു കളയുക. എപ്പോഴും പീസ്, അതായത് സമാധാനം തരുന്നതാണ് ഗുഡ് ലവ് എങ്കിൽ പെയിൻ മാത്രം, വേദന മാത്രം തരുന്നതാണ് ബാഡ് ലവ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക, കൃത്യമായിട്ട് മനസ്സിലായിക്കൊണ്ട് എടുത്തു കളയേണ്ട ആൾക്കാർ എടുത്തു കളയുക. നല്ല രീതിയിൽ ഹാപ്പിയായിട്ട് ജീവിക്കുക. നമുക്ക് എപ്പോഴും ആവശ്യം ഹാപ്പിനെസ്സാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോഴായി കഴിഞ്ഞാലും നല്ല രീതിയിൽ ലവ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോഴായാലും നമ്മൾ നല്ലത് മാത്രം ചൂസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമായിട്ടുള്ള കണ്ടൻറ്റുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്.